ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷനും BJP എംപിയുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന് തിരിച്ചടി. കായിക താരങ്ങളുടെ പരാതിയിൽ ഡൽഹി റൌസ് അവന്യൂ കോടതി ലൈംഗിക പീഡന കുറ്റം ചുമത്തി. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, പാർട്ടി ഇപ്പോഴും തനിക്കൊപ്പമുണ്ട്, മകന് സീറ്റ് നൽകിയത് അതിന്റെ തെളിവ് എന്നൊക്കെ കഴിഞ്ഞ ദിവസം ബ്രിജ്ഭൂഷൺ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. ഇപ്പോൾ കോടതി തന്നെ കുറ്റം ചുമത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ബൽറാം? റിജിത്ത്, തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൈസർഗഞ്ചിലെ സിറ്റിംഗ് എംപിയും ഗുസ്തി ഫെഡറേഷന്റെ മുൻ അധ്യക്ഷനുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന് കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടിയേറ്റിരിക്കുന്നു. ഡൽഹി റൌസ് അവന്യൂ കോടതി ബ്രിജ്ഭൂഷണെതിരെ ലൈംഗിക പീഡന കുറ്റം ചുമത്താനുള്ള ഉത്തരവാണ് ഇട്ടിരിക്കുന്നത്. ലൈംഗിക പീഡന കുറ്റം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ രണ്ട് കുറ്റങ്ങൾ ബ്രിജ്ഭൂഷണെതിരെ ചുമത്താനുള്ള നിർദ്ദേശമാണ് ഡൽഹി പോലീസിന് റൌസ് അവന്യൂ കോടതി നൽകിയിരിക്കുന്നത്. IPC 354, 354A എന്നീ രണ്ട് വകുപ്പുകൾ ചുമത്താനാണ് നിർദ്ദേശം. ലൈംഗിക അതിക്രമം ബ്രിജ്ഭൂഷൺ നടത്തിയതായി മതിയായ തെളിവുകൾ ഉണ്ട് എന്നാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത്. 7 ഗുസ്തി താരങ്ങളാണ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ലൈംഗിക പീഡനം നടത്തി എന്ന് ആരോപിച്ച പരാതി നൽകിയത്. അതിൽ പ്രായപൂർത്തിയാകാത്ത പരാതിക്കാരി പിന്നീട് മൊഴി മാറ്റുകയും പരാതി പിൻവലിക്കുകയും ചെയ്തിരുന്നു. 6 പരാതികൾ കോടതിയുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അതിൽ 5 പരാതികളിലും ബ്രിജ്ഭൂഷണെതിരെ ലൈംഗിക പീഡനവും സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്താം എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഓരോ പരാതിയിലും വെവ്വേറെ തന്നെ കേസെടുക്കാനുള്ള നിർദ്ദേശമാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഗുസ്തി ഫെഡറേഷന്റെ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് തോമറിനെതിരെയും ലൈംഗിക പീഡന കുറ്റം ചുമത്താനുള്ള നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് രാവിലെ പോലും വലിയ ആത്മവിശ്വാസം ബ്രിജ്ഭൂഷൺ പ്രകടിപ്പിച്ചിരുന്നു. പാർട്ടി തനിക്കൊപ്പമുണ്ട് എന്നും അതുകൊണ്ടാണ് തന്റെ മകന് തനിക്ക് പകരം കൈസർഗഞ്ച് സീറ്റ് ഇത്തവണയും പാർട്ടി നൽകിയത് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടിയേറ്റിരിക്കുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വനിതാ താരങ്ങളുടെ പരാതിയിൽ ലൈംഗിക പീഡന കുറ്റം ചുമത്താൻ, ബ്രിജ്ഭൂഷണെതിരെ കുറ്റം ചുമത്താൻ തെളിവുകളുണ്ട് എന്നാണ് ഡൽഹി റൌസ് അവന്യൂ കോടതി വിലയിരുത്തുന്നത്.